കൊച്ചേട്ടൻ്റെ കത്ത്. ഒസീനിയോ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കോപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുങ്ങുകയായിരുന്നു. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരാഭ്യന്തരം രംഗങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചം. കാൽപന്തികളുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിൽ അടിച്ചു തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിൽ തെറിച്ചു വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നു കൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലസമാകാശത്തോടുമുയർത്തിയ കളിക്കളത്തിലെ ആ കാരനൂരുടെ പേര് ജോസിമർ ജോസോ എവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കുഞ്ഞുമുത്തശ്ശി എന്ന് അർത്ഥം വരുന്ന ഒസീനിയോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കോപ്പ് വെർദെ രാജ്യത്തിലെ സവേ വിസന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച ഒസീനിയോ ആണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പരാക്കി മാറ്റിയ ഒസീനിയോ ആണിത്. ഫുട്ബോൾ കളിയോടടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പമാക്കി എങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട ഒസീനിയോ ആണിത്. കാൽപന്ത് കളിയുടെ വൈഭവം തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത ഒസീനിയോ ആണിത്. എന്നാൽ 20 വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ ടീമുകൾ കളിച്ച് ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ ഒസീനിയോ ആണിത്. പ്രിയ കൂട്ടുകാരെ, ഒസീനിയോ എന്ന കാൽപന്ത് കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെട്ടുള്ള ലോകതാരങ്ങളുടെ ചാട്ടുകളിപ്പന്തുകളായിരുന്നു. അല്ല. കളിക്കളത്തിൽ അയാൾ സാക്കൂതം സശ്രദ്ധം ഗോൾ മുഖത്ത് മിഴിപൂട്ടാതെ തന്നെ നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളിൽ തട്ടി മാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസന പേരുകൾ കൊണ്ടയാൾ തൻ്റെ ജീവിതം മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിഹാസത്തിനോ ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിക്കാൻ നിങ്ങൾക്കു കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിനായി കളിക്കാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.